ഒന്ന് ശരി. ആ പഠിക്കും. Wow, super. വരും തലമുറ കണ്ട് പഠിക്കാതിരിക്കാൻ വേണ്ടി അവരൊക്കെ പഠിത്തത്തിൽ ഗ്രേസ് കൂടും. അത് ശങ്കരനാണ് പറഞ്ഞത്. പഠിത്തം എൻ്റെ ജനങ്ങൾക്ക് തരണം. നീ ഇത്രയും കാളിയായിട്ടും അവിടെയൊക്കെ നിന്ന് പിള്ളേർ കണ്ടു പേടിച്ചിട്ടുണ്ട്. അങ്ങനെ പഠിത്തം തരണം എന്ന് പറഞ്ഞ് ശങ്കരൻ റിക്വസ്റ്റ് ചെയ്തു. അതിനാണ് ഈ പഠിത്തത്തിന് വേണ്ടി 9th ഡേ വന്നത്. 9th ഡേ കഴിഞ്ഞ് ദേവി തിരിച്ച് ദേവിയുടെ സ്ഥാനത്ത് പോകുമ്പോഴത്തേക്കും ആ പടമാണ് ആ ഫ്രണ്ടിൽ കുര്യയുടെ പടം രാജരാജേശ്വരി. അവരുടെ ഗുരുമണ്ഡലത്തിൽ അവർ പോയിരിക്കും. മഹാലക്ഷ്മിയായിട്ടാണ് പറഞ്ഞത്. സർവ്വ അഭിഷ്ടങ്ങളും കൊടുത്തിരുന്നു. ആരൊക്കെ എന്നെ ഈ നവരാത്രി ദിവസം ആരാധിച്ചിട്ടുണ്ട്. അത് ദൈവമാത്മ്യത്തിനൊരു വരി പറയുന്നു. ഈ നെല്ലിൻ്റെ അവിടെ ഒരു സാരമില്ല, ചെറിയ അത്രയ്ക്ക് കൊടുത്താൽ പോലും നവരാത്രി പുണ്യമാണ്. ചിലപ്പോൾ ഒന്നും കൊടുക്കാനില്ലാത്തവരെ കാണുമല്ലോ. ആ നെല്ലിൻ്റെ വളവിൽ ഇത്രയല്ലേ കാണുള്ളൂ. അത്രയും കൊടുത്താൽ പോലും അവർ ഭയങ്കര സന്തോഷപ്പെടുന്നു. അതിനാണ് ഈ നവരാത്രി സെലിബ്രേറ്റ് ചെയ്യുന്നത്. 10ാമത്തെ ദിവസം അവർ മഹാലക്ഷ്മിയാണ്. സർവ്വ അഭീഷ്ടവും തന്ന് എല്ലാം കൊടുത്തിട്ട് തിരിച്ചു പോകും. പിന്നെ ഇവരെ വെക്കാൻ പറ്റില്ല, എല്ലാം പാക്ക് ചെയ്യണം. അപ്പം പിന്നെ വെക്കാനേ പറ്റില്ല. ഒരു സെക്കൻഡ്. ഇത്രയും ഈ കാണുന്ന എല്ലാ വിഗ്രഹങ്ങളുടെയും പിറകിലുള്ള ഓരോ സ്റ്റോറിയാണല്ലേ? അതായത് 9 ദിവസത്തെ സ്റ്റോറിയാണോ ഇത്? ഓരോ ബൊമ്മയ്ക്കും ഓരോ സ്റ്റോറിയാണ്. ഒരു ഉദാഹരണ സ്റ്റോറി പറഞ്ഞുതരാം. ഇത് കണ്ട, ഇവിടെ 9 പേര് ഇരിക്കുന്നുണ്ട്. ഇവർ 9 പേര് നവഗ്രഹങ്ങളാണ്. ഈ 9 പേര് 9 പേര് നവഗ്രഹങ്ങളാണ്. ഈ നവഗ്രഹങ്ങൾക്ക് ഓരോ ദശയുണ്ട്, ദിക്കുണ്ട്. ഓരോരുത്തർ ശനി ഒരു വശത്തോണ്ട്, ഒരു കേതു ഒരു വശത്തോട്ടിരിക്കും. കണ്ട, അവരൊക്കെ തിരിഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട്. അവരെ നമ്മൾ ബൊമ്മയായിട്ട് വെച്ചാലും ക്ഷേത്രങ്ങളിൽ പോയാലും ഇവരിങ്ങനെ ആയിരിക്കും. നമ്മൾ ഇത് കഴിഞ്ഞ 5 പേരെ കണ്ടോ, പഞ്ചപാണ്ഡവർ. ഈ പഞ്ചപാണ്ഡവര് ഒരു സ്റ്റോറിയാണ്. അത് കഴിഞ്ഞ് ജഡായു മോക്ഷം, അതൊരു സ്റ്റോറിയാണ്. ജഡായു മോക്ഷം അതൊരു സ്റ്റോറിയാണ്. ജഡായു മോക്ഷം ഒരു സ്റ്റോറിയാണ്. ജഡായുക്ക് മോക്ഷം കൊടുക്കുന്നില്ലേ? ഈ ബുദ്ധിന്റെ അതെ, ഹനുമാൻ വാലിൽ കെട്ടിയിരിക്കുന്ന ആ കഥ അറിയാം. അങ്ങനെ ഓരോന്നും ഓരോ സ്റ്റോറീസ് ആണ്. അപ്പൊ ഈ സ്റ്റോറീസ് ഇങ്ങനെ വെക്കുന്നതിന്റെ കാരണം ഈ കാലഘട്ടത്തിൽ കുട്ടികളും വലിയവരും ഒക്കെ വരുമ്പോൾ ഈ സ്റ്റോറികളെ കുറിച്ചൊക്കെ അവരോട് സംസാരിക്കണം എന്നുള്ളത്. അങ്ങനെ ഈ സ്റ്റോറീസ് ആളുകൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വിളിക്കുന്നത്. ഇതെന്തിനിത് ചെയ്യുന്നു എന്ന് പറഞ്ഞാല് ദേവി മഹിഷനെ വധിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. മഹിഷന്റെ ഓരോ തുള്ളി ചോര വീഴുമ്പോഴും അവൻ ദുന്ദുബിയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ദേവി അവന്റെ ചോര നിലത്ത് വീഴാതെ ആ ചോര ചണ്ഡി എന്ന് പറയുന്ന ഒരു ദേവതയെ സൃഷ്ടിയുടെ ശക്തി. ചണ്ഡി സൃഷ്ടിക്കുമ്പോ ദേവിയുടെ ശക്തി പോവാം.
ശക്തി പോവാ. ദേവിയുടെ ശക്തി എന്നാണ് ഒരു ചണ്ടിയെ സൃഷ്ടിക്കുന്നത്. ദേവി എന്ത് യുദ്ധം ചെയ്ത് കഴിയുമ്പോൾ ദേവി തളരും വൈകുന്നേരം ആകുമ്പോൾ. അപ്പൊ അടുത്ത ദിവസം ദേവി നല്ല പവർഫുൾ ആയിട്ട് യുദ്ധം ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദേവിയെ സന്തോഷിപ്പിച്ച് പാട്ടൊക്കെ പാടി നിനക്ക് പറ്റും എന്ന് നമ്മളിങ്ങനെ പറയും ദേവിയുടെ അടുത്ത്. നിനക്ക് പറ്റും, നിനക്ക് നാളെ മനുഷ്യനെ കൊല്ലാൻ പറ്റും, നീ സക്സസ്ഫുൾ ആവും എന്ന് നമ്മൾ പറയുന്നതോറും ദേവിക്ക് ശക്തി കൂടും. അപ്പൊ നമ്മൾ എത്രത്തോളം ദേവിയെ പറ്റിക്കുന്നു, എത്രത്തോളം നമ്മൾ പ്രാർത്ഥിക്കുന്നതോറും ദേവി ശക്തിയാകും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ 9 ദിവസം ഈ വൈകുന്നേരങ്ങളിൽ എല്ലാവരും ഒത്തുകൂടി ഇങ്ങനെ സന്തോഷമായിട്ട്. അതുകൊണ്ടാണ് ഈ നവരാത്രി നൃത്തത്തിന്റെ സംഗീതത്തിന്റെ ഉത്സവമായത്. നൃത്തത്തിന്റെ സംഗീതത്തിന്റെ നൃത്തത്തിന്റെ സംഗീതത്തിന്റെ ഉത്സവമായത് എങ്ങനെയാന്നുള്ളതിന്റെ കഥയാണ് JK പറഞ്ഞത്. അങ്ങനെയാണ് ആയത്. അപ്പൊ ദേവി അടുത്ത ദിവസത്തേക്ക് യുദ്ധത്തിന് ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ്. ദേവി സന്തോഷവതിയായിട്ട് യുദ്ധം ചെയ്യുന്നു. അങ്ങനെ ദേവി മഹിഷനെ വധിക്കുന്നു. മഹിഷനെ വധിക്കുന്നതിന് വേണ്ടി ദേവി ചണ്ഡിയെ സൃഷ്ടിക്കുന്നു. ചണ്ഡിയെ സൃഷ്ടിക്കുമ്പോൾ എന്താ ദേവിയുടെ ശക്തി പോകും. അപ്പൊ ദേവി ആ ശക്തി ക്ഷയിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ പവർഫുൾ ആയിട്ട് നിൽക്കുകയും മഹിഷനെ വധിച്ചിട്ട് ചണ്ടിയെ തന്നിൽ ചേർക്കുകയാണ്. ചണ്ടി പുറത്തുവിടാൻ പറ്റില്ല. പുറത്തുവിട്ടാൽ എന്താവും? എല്ലാവരും ക്രിമിനൽസ് ആവും, എല്ലാവർക്കും ക്രൈം മൈൻഡ് വരും. അത് വരാതിരിക്കാൻ ചണ്ടിയെ പുറത്തുവിടാതിരിക്കാൻ വേണ്ടി ദേവി അതിലേക്ക് തന്നെ ചേർത്തിട്ട് ആയുധങ്ങളെല്ലാം കഴുകിയിട്ട് പറയുന്നു, ഇനി ആരും ഈ രക്തവും ഇതും ഒന്നും കാണരുത്. ഇനി എല്ലാവരും എങ്ങോട്ട് പോകണം? എല്ലാവരും എഡ്യൂക്കേഷനിൽ പോകണം. അപ്പോൾ സരസ്വതി വിദ്യാരംഭം സരസ്വതിയിലോട്ട് എത്തുകയും സരസ്വതി ഉണ്ടെങ്കിൽ ലക്ഷ്മി കഴിയരുത്. വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അവന് പൈസ ഉണ്ടാവും. പക്ഷെ പൈസ ഉള്ളവന് വിദ്യാഭ്യാസം ഉണ്ടാവണമെന്നില്ല. അപ്പം പൈസ സമ്പാദിക്കണമെങ്കിൽ എഡ്യൂക്കേഷൻ വേണം. അതാണ് ഈ നവരാത്രി കൂടെ കൊടുക്കുന്ന സ്റ്റോറി. അതാണ് കൺസെപ്റ്റ്. ഞാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാലേ പറയാം. അവിടെ ഇരിക്കുന്നില്ലേ? എല്ലാരും ഇരിക്കും, എന്നിട്ട് പറയാം. എല്ലാരും ഇരുന്നിട്ട് വെള്ളം വീഴടാ. മനസ്സിലായി. അതാ വെട്ടാൻ. നീ വന്നേ.